ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വിചാരിച്ചൊരു വീക്കെൻഡ് വ്ലോഗ് എടുക്കാമെന്ന്. നല്ല അടിപൊളി വെതറാണ്. നമുക്കൊരു സമ്മർ വൈബൊക്കെ വന്നിട്ടുണ്ട്. അതേ കുറേ പേര് സൈക്ലിങ്ങും നടക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നൊരു വീക്കെൻഡ് വ്ലോഗാണ്. ഞാൻ ഇന്ന് പുറത്തോട്ട് പോവാണ്. സാറ്റർഡേ ഇപ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞു. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ച് പുറത്തോട്ട് വന്നു. പിന്നെ നാളെ നമുക്കൊരു പരിപാടിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു കൂട്ടിയൊരു ചെറിയൊരു വീക്കെൻഡ് വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഈ വീഡിയോയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ ബാഗാണ് കേട്ടോ. ബാക്കി കാണാം. ബാഗ് ഉണ്ട് മോനു, ബാഗ് ഉണ്ട്. ഞങ്ങള് TTC കയറിയിട്ട് ബാഗ് ഇവിടെ വെച്ചു ഗൈസ്. ബാഗ് മറന്നുപോയി. ഇനി ഏറ്റവും അറ്റത്ത് പോയിട്ട് സൂപ്പർവൈസറിനോട് ചോദിക്കണം ബാഗ് വല്ലതും കിട്ടിയിട്ടുണ്ടോ. ട്രെയിനിൽ നിന്ന് സബ്വേയിൽ വെച്ചിട്ടാണ് മറന്നു പോയേക്കുന്നത്. അതെ ഗൈസ്, മുമ്പ് കണ്ട ആ ബാഗ് ഞങ്ങൾ TTCയിൽ വെച്ച് മറന്നു പോയിരിക്കുന്നു. ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് മോളിലോട്ട് പോകാൻ വേണ്ടി ട്രെയിനിൽ കയറിയതായിരുന്നു. ട്രെയിനിൽ കയറി അത് കഴിഞ്ഞിട്ട് ബാഗ് സീറ്റിൻ്റെ സൈഡിൽ വെച്ചു എന്നാണ് അനീഷ് പറഞ്ഞത്. ഞങ്ങൾ ഇറങ്ങി ട്രെയിനിൻ്റെ വഴിക്ക് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് ബാഗ് എവിടെ. അപ്പോൾ ഞങ്ങൾക്ക് ഡൗട്ടായിരുന്നു, ഇനിയിപ്പോൾ ട്രെയിനിൽ വെച്ചോ അതോ നടന്ന് വരുന്ന വഴിക്ക് ഞങ്ങൾ 2 ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെറി ബ്ലോസത്തിൻ്റെ അവിടെ നിന്നായിരുന്നു. ഇനിയിപ്പോൾ അവിടെ വെച്ച് മറന്നോ. പിന്നെ ആ മുമ്പ് കണ്ട ക്ലിപ്പിൽ മനസ്സിലായി ഞങ്ങൾ ബാഗ് എന്തായാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രെയിനിലാണ് മിസ്സായേക്കുന്നത്. അവിടെ നിന്നൊരു TTC ഓഫീസറിനോട് ചോദിച്ചു ബാഗ് കിട്ടാൻ വല്ല വഴി ഉണ്ടാവുമോ. അപ്പോൾ ആ ട്രെയിൻ പോയി നിൽക്കുന്ന ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പ് ഫിൻ സ്റ്റേഷനാണ്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ ഏറ്റവും അറ്റത്ത് സൂപ്പർവൈസർ ഇരിക്കുന്നുണ്ടാവും. അവിടെ ചോദിച്ചാൽ മതി, കാരണം അതാണ് ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പ്. അപ്പോൾ ക്ലീനിങ് ചെയ്യുന്ന ആരെങ്കിലും ആ ഒരു ബാഗ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരവിടെ എടുത്ത് വെച്ചേക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ലാസ്റ്റ് സ്റ്റോപ്പിലോട്ട് പോയി, ഫിൻ സ്റ്റേഷനിലോട്ട് പോയി. ഫൈനലി നമുക്ക് കിട്ടി. നമ്മുടെ എന്തോ ഒരു ഭാഗ്യത്തിന് സംഭവം സൂപ്പർവൈസറുടെ കയ്യിലുണ്ടായിരുന്നു. അവർ നമ്മുടെ അടുത്ത് കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടു. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു, ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. നമ്മൾ അതിനകത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. മെയിനായിട്ട് എൻ്റെ ട്രൈപോഡായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇട്ടുകൊണ്ട് പോയ എൻ്റെ ലെഗിൻസിൽ പോക്കറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ തൽക്കാലത്തിന് വേണ്ടി ആ ബാഗിൻ്റെ സൈഡിൽ വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ ഫൈനലി ഞങ്ങൾക്ക് ആ ബാഗ് തിരിച്ചു കിട്ടി. അനീഷിന് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കായിരുന്നു ടെൻഷൻ, കിട്ടുമോ എന്നുള്ളത്. എന്തായാലും സംഭവം കിട്ടി. എനിക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് കിട്ടുമെന്നുള്ളത്. പക്ഷെ അനീഷ് പറഞ്ഞു എന്തായാലും അവിടെ സൂപ്പർവൈസർ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധനം കിട്ടും, പേടിക്കണ്ട. പിന്നെ ഇപ്പോഴത്തെ ഒരു ടൈമും കൂടെ ആയതുകൊണ്ട് നമ്മൾ വെറുതെ പോയാലും നമ്മുടെ ബാഗും ഫോണൊക്കെ അടിച്ച് കൊണ്ടുപോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഈ ടൊറൻഡോ ഇവിടെ എല്ലാ ഏരിയയിലൊക്കെ. അപ്പോൾ എനിക്കിത് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഫൈനലി നമുക്ക് സാധനം കിട്ടി. എന്തായാലും താങ്ക്സ് ടു TTC. പിന്നെ TTCയിലെ സൂപ്പർവൈസർ പറഞ്ഞു നമ്മൾ കുറച്ചും കൂടെ വൈകുമായിരുന്നെങ്കിൽ നമുക്ക് കിട്ടൂലായിരുന്നു എന്നല്ല, ഇത് നേരെ എന്തോ മിസ്സിങ് ഡിപ്പാർട്ട്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയേനെ. പിന്നെ അവിടെ പോയതിനാണ്ട് മേടിക്കേണ്ടി വന്നേനെ. എന്തായാലും നമ്മൾ കറക്റ്റ് ടൈമിൽ സാധനം മേടിക്കാൻ വേണ്ടി അവിടെ ചെന്നതുകൊണ്ട് നമ്മൾ ഇത് നമ്മുടെ ബാഗ് മറന്നു പോയെന്നുള്ള കാര്യം നമ്മൾ ഓർത്തത് കൊണ്ട് ഈ ടൈമിൽ നമുക്ക് സാധനം കിട്ടി. എന്തായാലും ഫൈനലി സംഭവം കിട്ടി. എൻ്റെ എയർപോർട്ട്സ് കിട്ടി. എനിക്ക് അത് പോകുമെന്നായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടം. അങ്ങനെ ഒരു സംഭവ ബഹുലമായ കാര്യങ്ങളൊക്കെ നടന്നിട്ട് നമ്മളിതേ നേരെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. വിന്നേഴ്സിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനു മുമ്പ് ഇവിടെ ഒരു ടിം ഹോട്ടൻസ് ഉണ്ട്. നമ്മൾ ടിമ്മിൽ നിന്ന് എന്തെങ്കിലും കുടിച്ചിട്ട് പോകണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. എനിക്കെന്തെങ്കിലും കൂളായിട്ടുള്ള ഡ്രിങ്ക് മതി. എന്തായാലും കുറച്ച് ഓടി കുറച്ച് വേർത്തതാണല്ലോ, കുറച്ച് തണുത്ത എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ടിമ്മിൽ പോയിട്ടോ.
കിട്ടിയോ കോഫി കാണിച്ചേ വരണം. ഞാൻ കുറേ ഡ്രസ്സ് ട്രൈ ചെയ്യാൻ എടുത്തിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം. എടുത്തിട്ടു കാണാൻ പറ്റുമോ? ഇവിടെ അയച്ചിട്ടാ ശരിയാവോ? കട്ടായി തോന്നാണ്. മിററിലോട്ട് വെച്ച് അപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നാളെ ഒരു ഫങ്ഷൻ ഉണ്ട്. അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് നോക്കാനാണ് കേട്ടോ വന്നത്. പക്ഷേ എനിക്ക് ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് മുമ്പ് ഇട്ട് നോക്കിയ ഡ്രസ്സുകളൊക്കെ ഒന്ന് ലൂസാണ്, ഒന്ന് നാളത്തെ പരിപാടിക്ക് പറ്റിയൊരു ഡ്രസ്സല്ല, അങ്ങനെയൊക്കെ. പിന്നെ കുറേ തപ്പിയിട്ട് പിന്നെ ഒരെണ്ണം നമ്മൾ ഫൈനലൈസ് ചെയ്തു കേട്ടോ. അത് ഇതിൽ ഞാൻ വീഡിയോ എടുത്തില്ലെന്ന് തോന്നുന്നു. എന്തായാലും അത് നാളെ കാണാം. അങ്ങനെ ഞങ്ങൾ ഇതേ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. ഷോപ്പിംഗ് പരിപാടിയും പിന്നെ സംഭവ ബഹുലമായ കാര്യങ്ങളൊക്കെ സംഭവിച്ചല്ലോ. ഞാൻ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും എല്ലാം. അപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. ഞാൻ ഇന്നലെ ഞാൻ തോന്നുന്നു മൊഹബത്ത് കാ ഷർബത്ത് എന്ന് പറഞ്ഞൊരു ഡ്രിങ്ക്, ഒരു സമ്മർ ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഫ്രിഡ്ജിലുണ്ട്. അപ്പം നല്ല ചൂടായിരുന്നു പുറത്ത്. അപ്പം ഇപ്പോൾ കുടിക്കാൻ പറ്റിയ ഒരു ടൈമാണ്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അതെടുത്ത് കുടിക്കാം. നല്ല തണുത്ത് സെറ്റായിട്ടുണ്ട്. ഇന്നലെ ഞാൻ കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വാട്ടർ മെലനൊക്കെ വെച്ചിട്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ മുന്നേ ഇൻസ്റ്റയിലൊക്കെ കുറേ പേര് ഇതുണ്ടാക്കി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഇന്നലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതിന് മുന്നേ ഞങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. വിഷുവിൻ്റെ എന്താണെന്ന് തോന്നുന്നു. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും വന്നപ്പം ഒരു പ്രാവശ്യം ഉണ്ടാക്കി. ഇതിപ്പോൾ ഞാൻ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കുറച്ച് കുടിക്കാം. വേണ്ടേ? അടിപൊളിയായിട്ടുണ്ട്. ഏകദേശം സൺസെറ്റൊക്കെ ആവാൻ പോവുകയാണ് കേട്ടോ. ഇപ്പം സമയം 7:15 7:30 ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷെ 8:30 8:45 സൺസെറ്റ്. ആ ടൈമിൽ ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്. ചില ടൈമിൽ നല്ല അടിപൊളി റെഡ് കളറിൽ നല്ല രസമായിരിക്കും. ഇന്ന് സൺസെറ്റ് ആകുമ്പം അങ്ങനെ റെഡ് കളർ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. ഇല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞൊരു ദിവസം അടിപൊളി ഒരു സൺസെറ്റിൻ്റെ വ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. എനിക്ക് ഈ ഒരു സമയം അല്ലെങ്കിൽ ഒരു സൺസെറ്റ് സമയമൊക്കെ ആകുമ്പോൾ ഇവിടെ വന്ന് നിൽക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം വെതറൊക്കെ നല്ല അടിപൊളി ആയതുകൊണ്ട് ഇവിടെ വന്ന് വെറുതെ ഇങ്ങനെ നിന്ന് പുറത്തെല്ലാവരും നടക്കണതും ഇതുപോലെ ഈ ഒരു സൺസെറ്റ് വ്യൂ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടെ വന്ന് നിൽക്കും. വലിയ ചൂടൊന്നുമില്ല, ചെറിയൊരു കാറ്റ്, തണുപ്പിൽ നല്ലൊരു സുഖമുണ്ട് ഇവിടെ നിൽക്കാൻ. ഇത്രയും നാള് വിന്റർ ആയതുകൊണ്ട് ഇങ്ങോട്ടൊന്നും വരാറേ ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇവിടെ വന്ന് ഞാൻ മാക്സിമം എനിക്ക് വീട്ടിലുള്ളപ്പോൾ ഞാൻ ഫുൾ ടൈം ഈ ബാൽക്കണി തന്നെയായിരിക്കും. എന്തെങ്കിലുമൊക്കെ എനിക്ക് വർക്ക് ചെയ്യാണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ട് ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും. സോ ഗുഡ്.
എന്താ അത് മോമോസ് ഡംപ്ലിംഗ്. Hey Google, turn lamp on. ഇതിപ്പോ പ്ലെയിൻ മോമോസ് ആയിരുന്നില്ലേ? ഉം. ഇതിലെന്തൊക്കെ ഇട്ടു? എനിക്ക് ഇതിന്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടാ. ചില്ലി ഓയിൽ. ചില്ലി ഓയിലായിട്ടെ. ചില്ലി ഓയില് മാത്രം? ചില്ലി ഓയിലും കെച്ചപ്പും. കെച്ചപ്പ്. ഓക്കെ. അതിനുള്ളത് തന്നെ. കോണൊക്കെ നീ ഫില്ല് ചെയ്തതാ? അടിപൊളിയായിട്ടുണ്ട്. ഹലോ, ഞാനപ്പം ഇന്നലെ രാത്രി വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മറന്നുപോയി. ഇന്നിപ്പം സൺഡേ മോർണിംഗ് ആണ്. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇവിടെ ബ്രാംപ്ടൺ ഗുരുവായൂർ അമ്പലത്തിൽ പോവാം. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ ഒരു പരിപാടി ഉണ്ട് എന്ന്. അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ കൊച്ചിൻ്റെ ചോറൂണാണ്. യെസ്, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടുപേരും പോകാണ്. Eastbound 401 delay your Ontario Express to the 410, approaching the 427 at Keele Express Collectors, Young to Leslie alternating Express Collectors. Westbound 401 west to Broad Street to approaching Salem. You're dealing with a volume. And then it gets backed up. തണുപ്പുണ്ടാവും. അവനൊരു ജാക്കറ്റ് ഇടിക്കായിരുന്നില്ലേ? ഹാപ്പി മദേഴ്സ് ഡേ അത് പറയാൻ പറഞ്ഞു. അതെ. കഴിഞ്ഞ എല്ലാ ഐറ്റംസും എന്താ പരിപാടി? വീക്കുറ്റ എടാ ഇങ്ങോട്ട് നോക്കടാ. വീക്കുറ്റ ഹലോ, ഇത് എവിടെയാ? കൈ പിടിച്ചോ. സൂപ്പർ. ഹലോ, ഇത് നോക്കിക്കേ. ഇതാരാ ഇത്? അതാരാ? ഇല്ല, അതവ വായിൽ വെച്ച്. എനിക്കുണ്ടോ? ഞാൻ വിചാരിച്ചു ഒരു ഫാമിലിക്ക്. ഞങ്ങൾ പരിപാടീസ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ നിന്ന്. ഇനി നമ്മൾ ലോണ്ടറി ചെയ്യണ്ടോ? ഇന്ന് ചെയ്തില്ലേ? നാളെ ഡ്രസ്സ് ഉണ്ടോ? അപ്പം കുറച്ച് ലോണ്ടറി പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു വീക്കെൻഡും കൂടെ കഴിഞ്ഞു. ഹലോ,
അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം നന്നായിട്ട് റെസ്റ്റ് എടുത്തു കേട്ടോ. കുറച്ച് നേരം ഉറങ്ങി. അത് കഴിഞ്ഞ് ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെയും കൂടിയിട്ട് വെറുതെ നടക്കാൻ വന്നു. ഒരു സൺസെറ്റ് ടൈമൊക്കെയാണ് കേട്ടോ ഇപ്പം. അപ്പോൾ നടക്കാൻ നല്ലൊരു ചെറിയൊരു തണുപ്പുണ്ടല്ലേ. യെസ്, ചെറിയൊരു തണുപ്പും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീക്കെൻഡ് വ്ളോഗ് എന്നാ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ. ഇവിടെയാണോ സൺസെറ്റ് കാണാൻ പറ്റുക? ഓ, ഇപ്പം ഏകദേശം 9 മണിയായി. അപ്പം ഇരുട്ടായിപ്പോയി. നല്ല രസം ഇതിൽ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ ഒരു മൂഡിലൊക്കെ നാട്ടിലായിരുന്നെങ്കിൽ ഇപ്പം നേരെ പോയിട്ട് പാപ്പുട്ടിയുടെ കടയിട്ട് ഇപ്പം എനിക്ക് ഫീൽ ചെയ്യണ ഒരു മൂഡില്ല. ഞാൻ നേരെ നാട്ടിൽ പാപ്പുട്ടിയുടെ കടയിൽ പോകും, പൊറോട്ട വാങ്ങിക്കും, ചിക്കൻ ചില്ലി ചിക്കൻ വാങ്ങിക്കും. സൺസെറ്റ് ടൈം എന്നാണോ ഉദ്ദേശിച്ചത്? ഇന്നിപ്പോ ഒരു മടി, ഞാൻ നമ്മൾ പുറത്തൊക്കെ പോയി തിരിച്ചു വന്നു ഫുള്ളൊരു ടയർഡൊക്കെ ആയിട്ടിരുന്ന് കുറച്ച് നമ്മളെ തന്നെ ഒന്ന് എനർജി ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാപ്പൂട്ടിയുടെ കടയിൽ പോയി ഒന്ന് ഉറങ്ങിയൊക്കെ ചെയ്യില്ല. അങ്ങനെ സാധാരണ ഉറങ്ങാറൊന്നുമില്ല. പാപ്പുട്ടിയുടെ പോയി ഒരു ചായ കുടിച്ചു. ശരിയാട്ടോ, ചെറിയൊരു കട്ടൻ ചായ. നമ്മുടെ ഇവിടെ ടിം ഹോട്ടൽസിലുള്ള കട്ടൻ ചായ ഇട്ടിറങ്ങി. അതെ, വാട്ടർ ചായ അല്ല, കോഫി കിട്ടും. പുറകില് പാർക്കാണ്. ആരുമില്ല അല്ലേ? ചെറിയൊരു തണുപ്പുള്ളതുകൊണ്ടായിരിക്കും പിള്ളേരൊക്കെ വീട്ടിൽ പോയി. അല്ല, നാളെ സ്കൂളുണ്ടല്ലോ. അപ്പം എല്ലാവരും നേരത്തെ പിടിച്ച് കിടത്തി ഉറക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നേരത്തെ വീട്ടിൽ പോയിട്ടുണ്ടാവും. ഭയങ്കര ടയേർഡായിട്ടില്ല. കാപ്പി കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ എനിക്ക് മധുരം കുടിക്കാൻ തോന്നുന്നില്ല. ഓ, കുരുവി. Is that കുരുവി? എടാ, അതിന്റെ വീടെടുക്കും. ഓ, ആ വീടിന്റെ മേളിൽ പോയിരിക്കുന്നു. അവര് വിചാരിക്കും അവരുടെ വീടിന്റെ മേളിൽ വീഡിയോ എടുത്തു. കറക്റ്റ് ആ കിളി എൻ്റെ വീടിന്റെ മേളിൽ പോയിരുന്നു. അതുകൊണ്ട് ഞാൻ എടുത്തതാ. എന്തോ ഭയങ്കര ശാന്തത. എനിക്ക് തോന്നുന്നു നമ്മൾ സൺഡേ ഈവനിങ് നടക്കാൻ വരാറില്ല. നമ്മൾ ഈ ടൈം ആകുമ്പോഴത്തേക്കും വീട്ടിലെത്താറുണ്ട് അല്ലേ? നോക്കി, വണ്ടികളൊന്നുമില്ല. ഫുള്ളൊരു കാം മോഡ്. ആ ഒരു കോവിഡ് സമയത്ത് ഫീല് ഭയങ്കര സൈലൻസ് ഒക്കെ പോലെ. ഇനിയിപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഒത്തുമ്പോഴാകുമായിരിക്കും കേട്ടോ. ഇപ്പം തന്നെ കാറുകളൊക്കെ വന്നു തുടങ്ങി, പറഞ്ഞു കഴിഞ്ഞില്ല. നമ്മുടെ വീടുണ്ട് മോനു, നമ്മുടെ വീട്. That's our house.